സർ, താലിബാനെ ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല. അവിടെ താലിബാൻ ഭരണകൂടം വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യമായിട്ട് ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. ആകെ കുറച്ചൊരു എന്താ പറയുക, ഒരു സംസാരം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ റഷ്യ അവരെ ഒരു രാഷ്ട്രമായിട്ടൊക്കെ അംഗീകരിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അത് സത്യമാണോ? അത് ഏത് രീതിയിൽ പിന്നീട് മാറും ലോകക്രമത്തിൽ? ആ റഷ്യ താലിബാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം ഈ താലിബാൻ അംബാസഡറും റഷ്യൻ വിദേശകാര്യ മന്ത്രിയും കൂടെ ഒരു അല്ലെങ്കിൽ ഒരു മീറ്റ് നടത്തിയിട്ട് ഈ അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നു. താലിബാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ റഷ്യ തയ്യാറാണ്. അതായത് അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഓപ്പൺ ആയിട്ട് നടത്തുന്നതിന് വേണ്ടി റഷ്യ തയ്യാറാകുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്ന രാജ്യമാണ് ഈ പറയുന്നത് പോലെ. പല റഷ്യയുടെ ഭാഗമായിട്ട് നിന്ന രാജ്യമാണ്. വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഇതിനകത്ത് നമ്മളോടാണ് അവർ ആവശ്യപ്പെട്ടത്, റഷ്യയോട് പോലും ആവശ്യപ്പെട്ടില്ല. ഞങ്ങളെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി ലോകത്തോട് പറയുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാവണം. താലിബാൻ ആ വാർത്താക്കുറിപ്പ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ത്യ താലിബാനുമായിട്ട് ഒരു നല്ല ബന്ധത്തിലാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. നേരത്തെ ബാക്ക് ടു ഡോർ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഔദ്യോഗികമല്ലാത്ത ചർച്ചകൾ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ താലിബാനുമായിട്ടുണ്ടെന്ന് പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് താലിബാൻ ഇത്രയും സൈനിക ബലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ താലിബാന്റെ കെയർ ഓഫിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പാകിസ്ഥാന്റെ ബോർഡറുകളിൽ ശക്തി പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ട്. അപ്പൊ ഇന്ത്യ അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. പക്ഷേ സിന്ദൂറിന് സമയത്ത്, പഹൽഗാമിന് ശേഷം ആദ്യമായിട്ട് ഒരു വിദേശകാര്യ വക്താവ് ഇറങ്ങി സംസാരിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ്. അന്നൊരു വാർത്ത വന്നത്, രഹസ്യമായിട്ട് അവർ ഇറങ്ങി അവിടെ ചില സംസാരങ്ങൾ എന്താണെന്ന് വെളി വന്നില്ല. പക്ഷെ അതിനുശേഷം ഇപ്പൊ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് സംസാരിച്ചു എന്നുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഇതുവരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നിടത്ത് അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നും ഈ പറയുന്ന താലിബാനുമായിട്ടോ ആ ഗവൺമെന്റുമായിട്ടോ അഫ്ഗാനിസ്ഥാനുമായിട്ടോ ഇല്ല എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. പക്ഷെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. അവർക്ക് അവിടെ അവിടെ ചില നമ്മുടെ ഈ പറയുന്ന പോലെ ഓഫീസുകളൊക്കെ ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടി ഒരു നീക്കം ഇന്ത്യ നടത്തുന്നു. അപ്പോഴാണ് റഷ്യ കയറി പറഞ്ഞത്, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് താലിബാനെ അംഗീകരിക്കുന്നു. ഇത് വലിയൊരു തലവേദന ഉണ്ടാക്കും ജിയോ പൊളിറ്റിക്സ്. നിങ്ങൾക്കറിയാമോ, 20 കൊല്ലം ഈ താലിബാൻ അല്ലെങ്കിൽ ആ പറയുന്ന റഷ്യയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ റഷ്യ നിയന്ത്രിക്കുന്ന, റഷ്യയോട് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചതിന് ശേഷം 20 കൊല്ലം അമേരിക്കയുടെ കെയർ ഓഫിൽ അമേരിക്ക അവിടെ നിന്ന് ഭരിപ്പിച്ച ഒരു ഭരണ സംവിധാനമുണ്ട്. അന്ന് റഷ്യയെ മറിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന്റെ സഹായത്തോട് ലോകത്തുള്ളമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അവസാനം ഈ താലിബാനെ കൊണ്ട് തന്നെ അമേരിക്കക്ക് തലവേദന വന്നു. അവസാനം അവിടെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവിടുന്ന് കഴിഞ്ഞ, എനിക്ക് തോന്നി ട്രംപിന്റെ കാലഘട്ട സമയത്താന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് ട്രംപ് ആണെന്നതിന് ശേഷം ബൈഡൻ ആണ്, ആരായാലും എന്തോ ബൈഡന്റെ കാലഘട്ടമാണെന്ന് തോന്നുന്നു, അവരവിടുന്ന് സേനയെ പിൻവലിച്ചു. ആ സേനയെ പിൻവലിക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യ സാധനങ്ങൾ ഇട്ടിട്ട് പോയതിന്റെ ഉദ്ദേശം അന്ന് ഈ കാശ്മീരിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയ ആയുധങ്ങൾ എവിടെ വന്നു? കാശ്മീരിൽ വന്നു. കാശ്മീർ ഭീകരവാദികൾ ഉപയോഗിക്കുന്നതായിട്ട്. അത് അന്ന് അമേരിക്ക ഇട്ടിട്ട് പോയ എന്തിനാ? കാശ്മീരിൽ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് തട്ടുണ്ടാക്കാൻ വേണ്ടിയാന്നുള്ള കാര്യം മനസ്സിലായില്ല. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പം ആ ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ വീണ്ടും അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, അമേരിക്കയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, ഇപ്പോഴും കൈകാര്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത, അമേരിക്കയെ ശത്രുവായിട്ട് കാണുന്ന ഈ പറയുന്ന താലിബാൻ, അത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ അവിടെയായിട്ട് റഷ്യ ചെന്നിരിക്കുകയാണ്. ഇനിയിപ്പോ റഷ്യക്ക് ആയുധം കൊടുക്കാം. ഇതുവരെ രഹസ്യമായിട്ടാ കൊടുത്തെങ്കിൽ ഇനി പരസ്യമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും കൊടുക്കും. അപ്പം വീണ്ടും തലവേദനയായി. അപ്പം നമ്മൾ ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സിൽ എന്ത് വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ വീണ്ടും ഈ പറയുന്നത് പോലെ ഇപ്പൊ രഹസ്യമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാനുമായിട്ടുള്ള അടുപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ പിണങ്ങത്തില്ല, കൂടുതൽ വലിപ്പത്തിലാവും. കാരണം പാകിസ്ഥാനിക്ക് അകത്ത് സ്വാധീനം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ കാശ് കൊടുത്താൽ പാകിസ്ഥാനെ വിലക്ക് കൊടുക്കാൻ നിൽക്കുന്ന സൈനിക മേധാവിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനവും ആ പാകിസ്ഥാനകത്ത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പൈസ കൊടുത്താൽ ആ രാജ്യത്തെ ഈ പറയുന്ന സൈനിക മേധാവിയും മേടിക്കും.
രാജ്യത്തിന്റെ സൈന്യ താവളങ്ങളും കൊടുക്കും. വേണേ പ്രധാനമന്ത്രിയെ കിട്ടുമെങ്കിൽ അതിനെയും തൂക്കി അവന്മാർ വിൽക്കും. അതേപോലത്തെ രീതിയിലേക്കുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിൽ ആ രാജ്യത്തിനകത്ത് അഴിമതി നടത്തുന്ന സൈനിക തലവന്മാരും ഒക്കെ ഉണ്ട്. പല പുറകോട്ട് പരിശോധിക്കും മനസ്സിലായി. സൈനിക തലവന്മാരൊക്കെ ഇപ്പൊ എവിടാ ജീവിക്കുന്നത്, അവന്റെയൊക്കെ കുടുംബം എവിടാ, ലണ്ടൻ, അമേരിക്ക, അതുപോലെ വലിയിടത്ത കോടാനുകൂടി മുക്കിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ഇരിക്കുന്ന മുനീറിന്റെ പണി ഇതൊക്കെ തന്നെ. അപ്പം ഇവിടെ കയറി കഴിഞ്ഞാൽ ഇറാനുമായിട്ടൊരു ബോർഡർ ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്ന് അടുപ്പാണല്ലോ. അഫ്ഗാനിസ്ഥാനകത്തുണ്ട്, ഇന്ത്യക്കായിട്ട് നിരീക്ഷിക്കാം, ചൈനയെ നിരീക്ഷിക്കാം. അപ്പം ഈ രീതിയിലൊക്കെ അപ്പം കൂടുതൽ അടുപ്പത്തിൽ അമേരിക്ക വീണ്ടും പാകിസ്ഥാനെ അടുപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ ഈ താലിബാൻ ഇപ്പൊ നിൽക്കുന്നതനുസരിച്ച് പാകിസ്ഥാനുമായിട്ട് വിഷയം വരുമ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ സ്വാധീനവും റഷ്യയുടെ സ്വാധീനവും കൂടെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന പാകിസ്ഥാനെ കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ വേണമെങ്കിൽ ഈ രാജ്യങ്ങൾ ഒരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ. ഏതായാലും അമേരിക്ക വളരെ കാലത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ ഉറ്റുനോക്കി വളരെ കൃത്യമായിട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഭരണം മറിക്കുന്നതിനും റഷ്യയുടെ കൂടെ ആയതുകൊണ്ട് മാത്രം ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിനും അന്ന് നശിപ്പിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അല്ലെങ്കിൽ ഈ സൃഷ്ടിച്ച താലിബാനെ ഈ പറയുന്ന ഭീകര രാജ്യമാണ്, താലിബാൻ ഭീകരനാന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം പുറകിൽ ഇതിനെ സൃഷ്ടിച്ച ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന രാജ്യം, അതിന്റെ കാരണക്കാരൻ അമേരിക്ക. ആ ഉണ്ടാക്കിയവനെ കൊണ്ട് തന്നെ ഇപ്പൊ പ്രശ്നമായിട്ട് വരുക. ഇപ്പൊ റഷ്യയുടെ സപ്പോർട്ട് കൂടെ കിട്ടാമെങ്കിൽ ആ രാജ്യത്തിന് ഇനി പല രാജ്യങ്ങളുമായിട്ട് ബന്ധം വരും. ഇറാൻ പറയും ഞങ്ങൾക്ക് താലിബാനായിട്ട് പ്രശ്നമില്ല, കാരണം ഇവരെല്ലാം കൊടുത്ത് കൂട്ടായ്മയുണ്ട്. ചൈന പറയും ഞങ്ങൾക്ക് താലിബാനുമായിട്ട് നയതന്ത്ര അല്ലെങ്കിൽ കൂടുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ആരും കൂടാത്തോണ്ടാണല്ലോ ഇല്ല വർത്താനം പറയാനുണ്ട്. റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ ബലവത്തായിട്ടുള്ള രാജ്യം. ആ രാജ്യം കയറി പറയുകയാണ് ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം, ഞങ്ങൾ ഈ പറയുന്ന പോലെ രാജ്യമായിട്ട് അംഗീകരിക്കാം, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ ആ രാജ്യം ബാക്കിയുള്ള രാജ്യം നോക്കുമ്പോൾ അമേരിക്ക, റഷ്യ, നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. റഷ്യക്കായാലും സമ്പത്തിന്റെ കുറവുള്ളൂ, സൈനിക ബലത്തിലും മറ്റു കാര്യത്തിലും രാജ്യത്തിന്റെ വലിപ്പത്തിലും അല്ലെങ്കിൽ എല്ലാ രീതിയിലും അമേരിക്കക്കെതിരെ ഉള്ള രാജ്യങ്ങളെ അണിനിരത്തുന്നതിന് അന്നും ഇന്നും നിൽക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഭയമുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം റഷ്യ തന്നെയാണ്. അപ്പൊ റഷ്യ കയറി പറഞ്ഞാൽ ഇപ്പൊ പറയുന്ന അമേരിക്കയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന രാജ്യങ്ങൾ മൊത്തം താലിബാന്റെ ഭാഗവും. അപ്പൊ താലിബാൻ ഒരു കക്ഷിയാവും. ഇപ്പോഴത്തെ അവസ്ഥ നാളെ കാലത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മൾക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ അനുസരിച്ച് താലിബാൻ നമ്മുടെ കൂടെ. ഇന്ത്യ പറയുന്നതിനപ്പുറമൊന്നുമില്ല. ഇന്ത്യ പറയുന്നതിനപ്പുറമില്ല. ഒരുപക്ഷെ ഈ നീക്കം, ഈ ഒരു തീരുമാനം റഷ്യയെ കൊണ്ട് ആദ്യം പറയിക്കും. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ അങ്ങനെ ആദ്യമേ കയറി ബലത്തെ ഒരു കാര്യവും പറയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ബലമായിട്ടൊരു കാര്യം കാണിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ വിദേശകാര്യമന്ത്രി അവരുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്യുന്നതിന് തീരുമാനിച്ചു. അപ്പം ഈ പറയുന്ന പോലെ തൊട്ടുകൂടായ്മ ഇല്ലെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിനുശേഷമേ റഷ്യ നമ്മുടെ ആരാ? റഷ്യ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ണറാണ്. റഷ്യയുടെ അറിയാമല്ലോ, റഷ്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വിഷയം, റഷ്യക്കെതിരെ യുക്രൈനായിട്ടുള്ള യുദ്ധ സമയത്ത് ലോകത്തെല്ലാവരും ഇതുപോലെ പേടിച്ചിരുന്നപ്പം റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കും. അല്ലെങ്കിൽ ഏത് ബാനായാലും ഞങ്ങളത് ഓക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ മേടിക്കുക. ഇപ്പോഴും 40% റഷ്യയുടെ കൂടുതൽ മേടിക്കുന്ന രാജ്യം നമ്മള്. അപ്പൊ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താ റഷ്യ. അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്നേ. റഷ്യ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റഷ്യൻ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ആയുധം കൊടുക്കുമ്പോൾ അവർക്ക് ആയുധം മാത്രം കൊടുക്കും. ചൈനയ്ക്കും കൊടുത്തത് S-400 കൊടുത്തപ്പോൾ നമുക്ക് S-400 അതിന്റെ സോഴ്സ് കോഡ് കൂടെ വന്നേ. അത് അത്രയ്ക്ക് വിശ്വാസം നമ്മളിലുണ്ട്. അപ്പൊ ഈ ഒരു നീക്കത്തിന്, ഞാനീ പറഞ്ഞ ഈ ഒരു നീക്കത്തിന്റെ പുറകിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പുറകിൽ ഒരു വലിയ വലിപ്പത്തിലുള്ള ഒരു ചിന്തയുണ്ട്. റഷ്യയെ കൊണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു കൂട്ടം രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും അംഗീകരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, താലിബാൻ ഗവൺമെന്റ് ഔദ്യോഗിക ഒരു പ്രത്യേക ഗ്രൂപ്പ് പറഞ്ഞിരുന്ന സിന്ദൂരിന് ഇന്ത്യ ഉപദ്രവിച്ചതിന് ഞങ്ങൾ അടി കൊടുക്കുമെന്നാണ്. മനസ്സിലായോ? കേട്ട് കാണുമായിരിക്കും. അവിടുത്തെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവരുടെ പോകാണ്ടിരിക്കുന്ന ഒരു ഞങ്ങൾ അടിക്കും, പാകിസ്ഥാനെ ഞങ്ങൾ അടിക്കും. അതൊരു പക്ഷെ പുതിയൊരു ഗ്രൂപ്പ് ആയിരിക്കാം, അവന്റെ ഒരു ഈ ഉയർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം. ഏതർത്ഥത്തിലായാലും ഇതേ രീതിയിലാണ് താലിബാനും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ അവനെങ്ങനെയാ ഭീകരനാവുന്നത്? അവനിപ്പോ ഭീകരന്റെ മുഖമൊക്കെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഭീകരന്റെ മുഖമൊക്കെ മാറ്റി ഇപ്പൊ ഭീകരന്മാർക്കെതിരെയും പാകിസ്ഥാനെതിരെയും ഭീകര ഗ്രൂപ്പുകൾക്കെതിരെയൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പല രീതിയിലും പല കാര്യങ്ങളും. ഇന്ത്യക്ക് എന്ത് സംരക്ഷണം വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ തുറമുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ആൾക്കാര് വലിയ വെൽക്കം അവിടെ. അപ്പം നേരത്തെ ഇതുപോലെ ഈ താലിബാനകത്തു നിന്ന് അന്ന് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഇവന്മാര് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ താലിബാൻ അകത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗമായിട്ട് നിന്നവർ താലിബാൻ ഗവൺമെന്റ് വരുമെന്ന് കണ്ടപ്പോൾ, താലിബാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണല്ലോ ഈ താലിബാൻ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. അവന്മാരെ മറ്റവരെ കൊല്ലുന്നുണ്ടോണ്ട് വിമാനത്തിന്റെ ചിറകുകളിലൊക്കെ തൂങ്ങിക്കിടന്ന് പോകുന്ന ഒരു വാർത്ത ലോക നിലവാരത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. അപ്പം അന്ന് അവിടുന്ന് ആൾക്കാർ പോകാൻ വേണ്ടി വെപ്രാളം പിടിച്ചപ്പോൾ
അന്ന് അവിടെ ഗുരുദ്വാരകളുണ്ട്. കാരണം ഈ പഴയ ഈ ഭാരതം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നതിനകത്ത് ഭാരത പാകിസ്ഥാനും ഇതെല്ലാം അപ്പൊ അവിടെ ഗുരുദ്വാരകളുണ്ട്. ആ ഗുരുദ്വാരകൾ ആക്രമണം നടത്തി. കാരണം ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൊല്ലും. അല്ലെങ്കിൽ ആ പറയുന്ന അത്തരത്തിലൊരു മതമൂല്യവാദികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതിയെന്ന് പറയുന്ന ആ ചിന്തയുള്ള ആ ഒരു രീതിയാണെന്നൊക്കെയാണല്ലോ. പക്ഷെ അന്ന് അവിടെ നിന്ന് വന്ന ഒരു വാർത്ത, ഇന്ത്യക്കാരെ അന്ന് ഉപദ്രവിച്ചിട്ടില്ല. അവരെ അവസാനം ഒരു ഗുരുദ്വാരയുടെ, സിഖ് ഗുരുദ്വാരയുടെ ഫ്രണ്ടിൽ ഒരു താലിബാന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ തോക്കും പിടിച്ചിട്ട് എന്ന് പറഞ്ഞു, ഞങ്ങളല്ല ഇവരെ ഉപദ്രവിക്കുന്നത്, ഞങ്ങൾ ഇവരെ ഉപദ്രവിക്കത്തില്ല, ഇത് ഇന്ത്യയിൽ വംശജരാണ്, ഞങ്ങൾ ഇവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയ്ക്ക് വന്നു. അപ്പം അവർക്ക് ഇന്ത്യക്കാരോട് ഈ പറയുന്നത് പോലെ ശല്യമില്ലായിരുന്നു. മാത്രമല്ല ഇന്ത്യയോട് സ്നേഹം വരാൻ കാരണം ഇവനെല്ലാം തള്ളിയപ്പോ ഇപ്പോഴാണല്ലോ റഷ്യ വന്നത്. അല്ലെ ഇപ്പോഴാണല്ലോ ഇനി ചില ആൾക്കാർ വരുന്നത്. ആരുമില്ലാത്ത സമയത്ത് നമ്മൾ അവന് ഗോതമ്പ് കൊടുത്തു, അരി കൊടുത്തു, മരുന്ന് കൊടുത്തു. അറിയാമോ? ആരുമില്ലാത്ത സമയത്ത് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നയതന്ത്രം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, നിങ്ങളായിട്ടൊരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞു. വേറെ ബാക്ക് ഡോർ ടോക്ക് നടത്തിക്കാണോ? അത് ഇന്ത്യയുടെ നയതന്ത്രമാ, അല്ലെ ഡോവലിന്റെ നയതന്ത്രമാ, നമ്മുടെ നിലനിൽപ്പിന്റെ വിഷയമാ. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ നമ്മൾ വേറെ ആളിനെ വെച്ചടിക്കും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ശത്രുവിനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം കൂട്ടുപിടിക്കും. അതൊരു രാജതന്ത്ര നയതന്ത്രം എന്നൊക്കെ പറയും. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത് പാകിസ്ഥാൻ അടിമേടിക്കുന്ന അവസ്ഥയാ. ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുക വൃത്തിയായിട്ട്, ഇതിനെക്കാട്ടി നല്ലപോലെ മേടിക്കും. ഇപ്പൊ ഒരു ചൗക്കണ്ണത്തെ കിട്ടുകയുള്ളെങ്കിൽ ഇനി രണ്ട് കൈയും നൂത്ത് വെച്ച് ചെവി കുത്തി അടിക്കും. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് റഷ്യയോട് വന്നു കഴിയുമ്പോൾ അവരുടെ ഈ ബോർഡർ പ്രശ്നവും, അല്ലെങ്കിൽ അതിനകത്ത് TTP എന്ന് പറയുന്ന ടെഹ്രീകെ താലിബാൻ പറയുന്ന അവർക്ക് വേറെ ഒന്നും വേണ്ട, വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ബലൂചിസ്ഥാന്റെ വിമോചന പോരാളികൾ പറഞ്ഞ അത്രയും പ്രദേശം മതിയെന്ന്. വേറെ ഈ സിന്ധു പ്രവിശ്യയിൽ പറയുന്ന അത്രയും പ്രവേശം പറയുന്ന മതിയെന്ന്. തെഹരീക്കെ താലിബാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവന്മാര് പറയുന്നത് ഞങ്ങൾക്ക് ഈ പാകിസ്ഥാൻ തന്നെ വേണമെന്ന്. അവർ പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാൻ പിടിക്കണം, ഞങ്ങൾക്ക് കാബൂളാണ്, അല്ലെങ്കിൽ അവൻ തലസ്ഥാനമാണ് വേണ്ടത്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചതുപോലെ ഈ രാജ്യം അവർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ അതിനൊക്കെ ബലം കൂടും. അവന്റെ ആയുധത്തിന്റെ, ഇപ്പൊ അവര് പറയുന്ന പോലെ ആയുധം ഇന്ത്യ കൊടുത്തിരുന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അമ്മമാർക്ക് പറയേണ്ടി വരും, റഷ്യ കൊടുക്കുന്നതെന്നൊക്കെ പറയേണ്ടി വരും. ആരായുധം കൊടുക്കുന്നതെന്ന് ഇനിയും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. സംശയത്തിന്റെ മുന ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് മാറേണ്ടി വരും. ചൈനക്കാരൻ വരുമ്പോ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഇനി ചൈന കൊടുക്കുന്നു പറയേണ്ടി വരും. ഏതായാലും പാകിസ്ഥാന് 100 വട്ടം അടികിട്ടും. പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ പ്രശ്നവും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ വലിപ്പത്തിൽ ഉണ്ടാക്കി അവിടെ നിന്ന് ബേസുകൾ, അല്ലെങ്കിൽ അതിനകത്ത് നിന്നിട്ട് ഈ പറയുന്ന 3-4 രാജ്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പണ്ടത്തെ കൂട്ട് ഈ അമേരിക്കയ്ക്ക് തലവേദന വീണ്ടും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. കോടാനുകോടി ബില്യൺ കണക്കിന് ഡോളറാ ഈ പറയുന്ന ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി 10-20 കൊല്ലം അവിടെ ഉപയോഗിച്ചു. ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ കയറി പോയപ്പോൾ താലിബാനെ പിടിച്ചു. പഴയതിനെക്കാട്ടി മോശമായിട്ടുള്ള ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഭീകരന്മാരുടെ കയ്യിൽ മാത്രമായിട്ടുള്ളൂ. മര്യാദക്കുള്ള ഒരു രാജ്യത്തെ നശിപ്പിച്ച ഒരു സംവിധാനമാണ്. ഇവന്മാരാണ് ഇതിനെ എല്ലാം അവിടെ കൊണ്ടുവന്നത്. ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ലോകം മൊത്തം നശിച്ചു. ഇപ്പൊ ബംഗ്ലാദേശിനെ എങ്ങനെ ആക്കി കൊടുത്തു? ആരാ ഇതിന്റെ പുറകിൽ? ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിനെ നമുക്കെതിരെ നീക്കം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനും അനുവദിക്കാത്ത ഒരു ഹസീനയെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരു ഹസീനയെ നശിപ്പിച്ചിട്ട് ആ രാജ്യവും ഇതേപോലെ നാദനില്ല കളരിയിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നടക്കുന്ന എല്ലാ മോശം ഗ്രൂപ്പുകളും, ലോകത്തുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മൊത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കി കൊടുത്തത് ഈ അമേരിക്കയാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഒരു രാജ്യമാണ് ഈ അമേരിക്ക. അപ്പൊ ഇതിന് ബദലായിട്ട് റഷ്യ ഉണ്ട്. റഷ്യ ഇപ്പം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ പിന്തുണ കൊടുത്തിരിക്കുന്നു, രാജ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. ഇത് ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു വ്യത്യാസം വരുത്തും. പാകിസ്ഥാൻ ഇട്ട് കിട്ടും, ഓടിച്ചിട്ടടി മേടിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. സാർ പറഞ്ഞതിൽ നിന്ന് ക്ഷണനേരം കൊണ്ട് മാറി മറിയുന്നതാണ് ജിയോ പൊളിറ്റിക്സ്. അതിലിപ്പോൾ ഈ താലിബാനെ അംഗീകരിക്കുന്നതിലൂടെ, റഷ്യ അംഗീകരിക്കുന്നതിലൂടെ ഏതെല്ലാം തരത്തിൽ അമേരിക്കയ്ക്കുള്ള ഒരു കൊട്ടുകൂടി വരും എന്നുള്ളത് കൂടി അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.